വയറ് നിറയെ ചോറുണ്ണാൻ കറിക്കും കൂട്ടാനൊക്കെ പകരം ഈ ഒരു ഒറ്റ ഐറ്റം മതി കേട്ടോ. സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം. ഒരുപാട് മസാലകളൊന്നും ഇല്ലാത്തൊരു കറിയാണിത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള കറിയും കൂടിയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുക എന്നുള്ളത് നോക്കാം. അപ്പോൾ ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാൻ ഇതുപോലെ ഒരു പാൻ സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നതിന് ശേഷം ഒരു 4-5 ചെറിയുള്ളി തൊലി കളഞ്ഞതും അതുപോലെ ഒരു 3 കൊണ്ടാട്ടമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൊണ്ടാട്ടമുളക് നമ്മൾ ഞെട്ടി കളഞ്ഞിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇതുപോലെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം പിന്നെ നമുക്കിത് കോരി മാറ്റി വെക്കാം. വഴറ്റിയെടുക്കുന്ന സമയത്ത് ഉള്ളിയൊന്നും കരിഞ്ഞു പോകരുത് കേട്ടോ. ചെറുതായിട്ടൊന്ന് നന്നായിട്ടങ്ങ് വാടി കഴിഞ്ഞാൽ മതി. ഉള്ളി ഒന്ന് കുക്കായിട്ട് വന്നാൽ മതി. ഒരു പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറിയിട്ട് എൻ്റെ ഇതേ വെളിച്ചെണ്ണയിലേക്ക് തന്നെ നമുക്കൊരു 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് പൊട്ടി വന്നതിന് ശേഷം ഫ്ലെയിം ഓഫ് ആക്കാം. കാരണം ഈ ഒരു എണ്ണ നന്നായിട്ട് ചൂടായിട്ടിരിക്കല്ലേ. എന്നിട്ട് അതിലേക്ക് വറ്റൽമുളകല്ല, നമ്മളിതിന് പകരമായിട്ട് കൊണ്ടാട്ടമുളക് തന്നെയാണ് കേട്ടോ ചെറുതായിട്ട് മുറിച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നത്. വറ്റൽമുളകിന് പകരമാണ് നമ്മളിവിടെ കൊണ്ടാട്ടമുളക് യൂസ് ചെയ്തിട്ടുള്ളത്. വറ്റൽമുളക് എല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ. ശരിക്കും കൊണ്ടാട്ടമുളക് തന്നെയാണ്. അതിൻ്റെ ഒരു ഫ്ലേവറിലുള്ള കറിയാണ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഈ ഒരു ചൂടുള്ള എണ്ണയിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഫ്ലെയിം ഓഫ് ആക്കിയ കൊണ്ട് തന്നെ ഇതൊന്ന് കരിഞ്ഞു പോകുന്നില്ല കേട്ടോ. അപ്പോൾ അത് ഈ ഒരു രീതിയിലായിട്ട് കിട്ടും. ഇനി നമ്മളിതിലേക്ക് മോരാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ അധികം പുളിയില്ലാത്ത തൈര് ഒന്ന് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ മോരുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ് പുളിയൊക്കെ. അപ്പോൾ അത് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ വഴറ്റി മാറ്റി വെച്ചിട്ടുള്ള മുളകും ഉള്ളിയും ഉണ്ടല്ലോ, അതൊന്ന് നന്നായിട്ട് ചതച്ചെടുത്തതിന് ശേഷം അതും കൂടെ ചേർത്ത് കൊടുക്കാം. അതുപോലെ പാകത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ ഇതാ നമ്മുടെ അടിപൊളിയായിട്ടുള്ള മോര് കറി റെഡി ചെയ്യാം. സാധാരണ മോര് കറിയിൽ നിന്നും നല്ല വ്യത്യസ്ത ഫ്ലേവറും ടേസ്റ്റും ഒക്കെ ഉള്ള ഒരു മോര് കറിയാണ് കേട്ടോ ഇത്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടമാവും. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്കിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കല്ലേ. അപ്പം വേണ്ടിയുള്ള നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.